വേണമെങ്കിലും ചെയ്തോട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ സഹിച്ചോളാം. അവളുടെ കൺവട്ടത്ത് പോലും ചെന്ന് നിൽക്കാതെ കഴിഞ്ഞോളാം ഞാനിവിടെ. അവൾക്ക് സുഖമായാൽ മതി, അവളുടെ മനസ്സ് വിഷമിക്കാതിരുന്നാൽ മതി. സിദ്ധാർത്ഥം പറഞ്ഞാവോ ശരി. മാനസയുടെ ഉള്ളിലിപ്പോ എന്നോടുള്ള സ്നേഹം ബാക്കിയുണ്ടാവോ? ഒരു തരി സ്നേഹമെങ്കിലും ഇല്ലായിരിക്കുമല്ലേ? അവളുടെ ശത്രുവായിരിക്കും ഞാനിപ്പോ. ഇല്ല ഗൗരി. ഹരി, ഓരോ വിധി നോക്കണേ. ഹരി സിദ്ധാർത്ഥനോട് സംസാരിച്ചോ? ഹരി സിദ്ധാർത്ഥനെ കണ്ടിരുന്നോ എന്ന്? എനിക്കങ്ങനെ തോന്നി. അവൻ പറഞ്ഞെന്നാണോ ഇതൊക്കെ? സത്യമല്ലേ? അല്ല, അങ്ങനെയൊന്നും അല്ല സത്യം. ഹരിയെ ആർക്കും ഒരു ശത്രുവായിട്ടൊന്നും കാണാനാവില്ല. സിദ്ധാർത്ഥനെ ഇങ്ങനെ എങ്ങ് വിട്ടാൽ ശരിയാവില്ല ഹരി. അവൻ എന്തൊക്കെ ന്യായീകരണങ്ങൾ നിർത്തിയാലും ശരി, ഈ കാണുന്നതിനൊക്കെ ഉത്തരവാദി അവൻ അല്ലേ? എന്നും ഹരി അവനെ പ്രൊട്ടക്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതിലെന്ത് കാര്യം? ആര് തടഞ്ഞാലും സിദ്ധാർത്ഥനും മൈനയും തമ്മിൽ കാണും. അവരുടെ റിലേഷൻ ദൃഢമാവും. മാനസയെ വിട്ട് അവൻ മൈനയ്ക്കൊപ്പം ജീവിക്കും. എല്ലാം അറിയുന്ന ആ ദിവസം മാനസയെ നമുക്ക് നഷ്ടമാവും. അതാവും ഇനി നടക്കുക. അപ്പോഴും ശിക്ഷിക്കപ്പെടുന്ന ഞാൻ തന്നെ. ഹരി, അങ്ങനൊന്നും സംഭവിക്കില്ല. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൂടെ? നമുക്ക് ഒക്കെ ശരിയാവും. ശരിയാവണം. പക്ഷെ എങ്ങനെ? അത് മാത്രം എനിക്കറിയില്ല. നമുക്ക് മൈനയെ ഒന്ന് ചെന്ന് കാണണം ഹരി. അവളോട് സംസാരിക്കണം. അവൾക്ക് മനസ്സിലാകും ഹരിയെ. അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം. ഞാനില്ല, ഇനി എങ്ങോട്ടും ഞാനില്ല. ഇനി ആരും എനിക്ക് കാണണ്ട. ഹരി, ഞാൻ പോയിക്കോളാം. ഞാൻ സംസാരിക്കാം മൈനയോട്. ആ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിന്റെ ശരിക്കും പേര്. ഇവിടുന്ന് ഇത്തിരി ദൂരമുണ്ട്. ദാ അഡ്രസ് കയ്യിലുണ്ട്. മോനറിയോ ഈ സ്ഥലം? അല്ലെങ്കിലും എഴുന്നേറ്റ് കിടക്കുന്ന കാലങ്ങളിലൊന്നും നല്ല സ്ഥലങ്ങളിലൊന്നും എന്റെ മോൻ പോയിട്ടില്ലല്ലോ. വല്ല കൊള്ള സങ്കേതമോ മയക്കുമരുന്ന് ശാലയോ വല്ല ചൂതാട്ടം നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ കറക്റ്റായിട്ട് വഴി അറിഞ്ഞേനെ, അല്ലേടാ? ഇനിയിപ്പൊ അവിടെ ചെന്ന എത്രയൊക്കെ കാശാവുമെന്നോ ആർക്കൊക്കെ കൊടുക്കണമെന്നോ ഒരു നിശ്ചയവും ഇല്ല. അതാ ഇപ്പൊ എനിക്ക്. അവിടെ എങ്ങനെ കാശൊന്നും ആവില്ലെന്നാണല്ലോ കേട്ടത്. അത് ക്ഷേത്രത്തില്. എന്നാലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കരുതണ്ടേ മോളെ? ഒരു വണ്ടി പിടിക്കണ്ടേ? അവിടെ വരെ എത്തണ്ടേ? ഞാൻ സിദ്ധുവേട്ടനെ വിളിക്കാം. അത് വേണ്ട. അവൻ ഈ അവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കണ്ട. നമുക്കറിയാലോ അവിടുത്തെ അവസ്ഥ. നമുക്കങ്ങ് പോകാന്ന്. ദാ ഈ ചട്ടമ്പിയില്ലേ കൂടെ, അല്ലടാ? അംബികെ, നമ്മുടെ അരവിന്ദാക്ഷൻ അവതാരം വേണുവിന്റെ ചെക്ക് മുഴുവൻ എടുത്തോണ്ട് പോയില്ലെങ്കിൽ അതൊന്നിങ്ങെടുക്ക്. അത് തിരിച്ചു തന്നിരുന്നു അച്ഛൻ. ഇവിടെ വന്ന് എന്റെ നേർക്ക് എറിഞ്ഞിട്ടേച്ചും പോയി. ഉദ്ദേശം നടക്കില്ലെന്ന് അറിഞ്ഞു കാണും. അല്ല, എന്തിനാ അമ്മേ അതിപ്പോ? നമുക്ക് വേണുവിനെയും കൊണ്ട് പോകണ്ടേ? അതിന് പണം വേണ്ടേ? എന്റെ അടുത്തുണ്ടായിരുന്നൊക്കെ തീർന്നു. നീയൊന്നും വേണ്ട. എന്തിനാ? തെമ്മാടിയാണെങ്കിലും ദേ ഇവൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെന്താ? ഇങ്ങനെയൊക്കെ വരുമെന്ന് ഈശ്വരൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ അവതാരത്തിന്റെ മുമ്പിൽ കൈ നീട്ടി നിൽക്കേണ്ടി വന്നേനെ.
നീ ആ ചെക്ക് സീൽപ്പാടും ഇങ്ങെടുക്ക്. ഞാനല്ല, പെണ്ണ് കെട്ടിയ അമ്മയേക്കാൾ അധികാരം ഭാര്യയ്ക്ക. നീ തന്നെ അവന്റെ വിരലടയാളം ഇതിൽ പതിപ്പിക്കേ. ഒരിക്കലും ഞാൻ തെറ്റു പറയില്ല. കാരണം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാണ് സിദ്ധാർത്ഥൻ. എനിക്ക് മനസ്സിലാക്കാനാവും നിന്നെ. ഹരിയേട്ടൻ, ഞാൻ നീ വിളിച്ചിട്ടല്ല സിദ്ധാർത്ഥനോട് വരുന്നതെന്ന് എനിക്കറിയാം. മേലിൽ അവനിവിടെ വരരുത്. നീ പറയണോ അവനോട്? ഹരിയേട്ടാ, ക്രൂരതയാണ്, എനിക്കറിയാം. പക്ഷേ മോളെ, നീ അത് ചെയ്യണം, നമ്മുടെ മനസ്സിക്ക് വേണ്ടി. ഏതു നിമിഷവും താളം തെറ്റിപ്പോകുന്നൊരവസ്ഥയിലാ അവളുടെ മനസ്സിപ്പോ. എന്നെ കാണുന്ന പോലും വെറുപ്പാണ് അവൾക്ക്. സിദ്ധാർത്ഥനോട് മാത്രമേ അവൾക്കിപ്പോ സ്നേഹമുള്ളൂ. അവനും മാനസയിൽ നിന്നൊരു അല്പം അകന്നു പോയെന്ന് അവൾക്ക് തോന്നിയാൽ പിന്നെ നമ്മുടെ മാനസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു മുഴു ഭ്രാന്തി, അതായിരിക്കും ശേഷിക്കുക. ഒരു മരണത്തിൽ നിന്നെന്ന പോലെ തിരികെ കിട്ടിയതാ നമുക്കവളെ. ഇനി നമ്മളായിട്ട് കൈവിട്ട് കളയണോ? പറയേ. ഒരിക്കലും പൊറുക്കാനാവാത്ത വാക്കുകൾ പറഞ്ഞ് ഒത്തിരി നോവിക്കുന്നുണ്ട് അവളെന്നെ. ഒന്നല്ല, 1000 വട്ടം സഹിച്ച് പിടിക്കായിട്ട്. സഹിച്ചല്ലേ പറ്റൂ. അവളും ഈ ഏട്ടന്റെ മകളല്ലേ? അവളുടെ കൺമുന്നിൽ പെടാതെ തനിയെ മുറിയടച്ചിരിക്കും ഏട്ടൻ. അവള് ഉറങ്ങുമ്പോ ഉണരും വരെ ഉറങ്ങാതെ കാവലിരിക്കും ഏട്ടന്റെ മനസ്സ്. ശാന്തമായൊരു തടാകം പോലെയാ മാനസയുടെ മനസ്സിപ്പോ. ഒരു നേർത്ത മഞ്ഞുതുള്ളി വീണാ മതി അസ്വസ്ഥതയുടെ ഓളങ്ങൾ ഉണ്ടാവാൻ. അങ്ങനെ വന്നാ അത് വളർന്നൊരു ദുരന്തമായി മാറും. അത് ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലുള്ളൊരു അവസ്ഥയിലാവും നമ്മുടെ മനസ്സ്. മുഴുഭ്രാന്തി. സത്യം എന്താണെന്നത് മൂടിവെച്ച് നമ്മളെല്ലാവരും ചേർന്ന് അവളെ ചതിക്കായിരുന്നുവെന്ന് എന്തെങ്കിലും മനസ്സ് അറിയാനിട വന്നാൽ ചിന്തിക്കാൻ കഴിയണില്ല എനിക്ക്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ സിദ്ധാർത്ഥൻ വേണം അവളോടൊപ്പം. അവനെ അവൾക്ക് നഷ്ടപ്പെടരുത്. അവളുടെ മുന്നിൽ യാചിക്കാണ് ഈ ഏട്ടൻ, നമ്മുടെ മാനസിക്ക് വേണ്ടി. വിട്ടുകൊടുക്കണം നീ മാനസിക സിദ്ധാർത്ഥനെ.
ഒരു ജന്മം മുഴുവൻ തീർത്താലും തീരാത്തത്ര കടപ്പാടുണ്ട് എന്നും നിന്നോട്. എല്ലാവർക്കും വേണ്ടി എത്രയൊക്കെ അനുഭവിച്ചു നീ. എന്നിട്ടും വീണ്ടും വീണ്ടും അങ്ങനെ ഒന്നും പറയില്ലേട്ടാ. എനിക്ക് എന്റെ ഏട്ടനല്ലാതെ ആരാ ഉള്ളേ? കണ്ടോ അമ്മണിയമ്മ, ഇതാ എന്റെ മൈന. സ്വന്തം ഹൃദയം വേണമെന്ന് ഞാൻ പറഞ്ഞ പറിച്ചിങ് തരും എന്റെ കുട്ടി. ഇല്ലേ മോളെ? അരിയേട്ട് വളർത്തിയ കുട്ടിയാ നീ. എത്ര സങ്കടം ഉള്ളിൽ വന്ന് നിറഞ്ഞാലും ഹരിയേട്ടനെ പോലെ എല്ലാം സഹിക്കാൻ കഴിയണം നിനക്ക്. കഴിയും. ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടിൽ തീർക്കും മോടെ നിന്നോട്? അമ്മണിയമ്മേ, സാറേ, മഹാപാപിയാ ഞാൻ അല്ലേ? അതെ, എന്നും എന്റെ മൈനയ്ക്ക് സങ്കടം മാത്രം കൊടുത്തിട്ടുള്ളവനാ ഞാൻ. അവളുടെ കുഞ്ഞിന്റെ അച്ഛനെയാ മറ്റൊരു കൂടപ്പുറപ്പിന് വേണ്ടി ഞാൻ പേരെന്ന് വാങ്ങിച്ചത്. ഞാനൊരു സ്വാർത്ഥനാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ? എങ്ങനെ വേണേലും കരുതിക്കോളൂ. പക്ഷേ എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ. മാനസയും മൈനയും എന്റെ പ്രാണന്റെ പാതികളാ. ഇവരിലൊന്ന് നഷ്ടപ്പെട്ട ഇല്ലാണ്ടാവുന്നത് ഞാൻ മാത്രം. ഞാൻ അറിഞ്ഞിട്ടില്ലെന്നേ. അതാരാ എടുത്തതെന്ന് നിങ്ങൾ കണ്ടോ? പിന്നെ എന്ത് ബാങ്ക് മാനേജർ ആടോ താൻ? ഒന്നുമില്ലെങ്കിൽ വല്ല പുഴയിലും പോയി ചാറോ? നീ അവനെ കൊണ്ട് ചെക്ക് എഴുതിച്ച് കാശ് പിടിക്കുക അല്ലടി? ദാ വേണുവിന്റെ ബാങ്കിൽ തന്നെ വിളിച്ചതാ. എനിക്കറിയാമായിരുന്നടി നിന്റെ ഈ വരവും സത്യാവധി ചമയലും വേണുവിന്റെ ശുശ്രൂഷകയായതുമൊക്കെ പണത്തിന് വേണ്ടിയായിരുന്നെന്ന്. എത്ര കാശാ നീ അവന്റെയും തട്ടിയെടുത്തത്? പറയുന്നതാ നിനക്ക് നല്ലത്. സ്വന്തം തന്തയായി എനിക്കൊരു 5 രൂപയുടെ ആവശ്യം വന്നാ പോലും നീയൊക്കെ അതങ്ങ് ഊശിയാക്കും അല്ലടി? അവനെ ഒരു നേരം വെറുതെ വിടാതെ ഇങ്ങനെ ഓന്തു മരത്തിയിരിക്കുന്നത് പോലെ നീ ഒട്ടിപ്പിടിച്ചിരുന്നത് ഇതിനായിരുന്നു അല്ലടി? നിന്റെ ആങ്ങളച്ചെറുക്കം വലിയ കൊമ്പത്തെ ആളാണ്. അവനും ഇതൊക്കെ തന്നെ പരിപാടി. കൊള്ളാവുന്ന കുടുംബത്തെ എങ്ങനെങ്കിലും പ്രേമംന്നോ ഗർഭംന്നോ ഒക്കെ പറഞ്ഞ് അകത്ത് കയറി പറ്റിയിട്ട് കാശടിക്കുന്ന പരിപാടി. എനിക്കിതൊക്കെ മനസ്സിലാവുകടി. ഞാനേ ഇതൊക്കെ ഒരുപാട് കണ്ടവനാ. കാശിന്റെ കാര്യത്തില് എത്ര വലിയ കള്ളനാണെങ്കിലും
ഞാൻ കണ്ടുപിടിക്കുവടി. എന്റെ കെട്ടിയുള്ള ഒരു പൊട്ടിയാ, ലോക വിവരമില്ല. അമ്മേ കമ്മേ കുമ്മേന്നൊക്കെ വിളിച്ച് 2 തുള്ളി കണ്ണീരൊഴുക്കിയ ആ പൊട്ടി അതിലങ്ങ് വീഴും. എന്നാലേ ഈ ഞാൻ അങ്ങനെയല്ല. അതാണ് അരവിന്ദാക്ഷൻ. മനസ്സിലായോ നിനക്ക്? മനസ്സിലായില്ല. നീ അറിഞ്ഞോ ഇവള് വേണുവിന്റെ? അറിഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ഏതാണ്ടൊക്കെ കേൾക്കുകയും ചെയ്തു. അതെ, ഈ പെങ്കൊച്ചിനെ എടി ബോഡി എന്നൊക്കെ വിളിക്കാൻ നിങ്ങൾ ആരാ ഇവളുടെ? നിങ്ങൾ എന്നെ എന്ത് വേണേലും വിളിക്കാൻ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത് മകന്റെ ഭാര്യ. തോന്നിയാസം വിളിച്ചു പറയരുത്. നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. കള്ളിയാ ഇവള്. നമ്മുടെ വേണുവിന്റെ കാശ് കട്ടോണ്ട് പോകാൻ വന്ന കള്ളി. നീ അറിഞ്ഞോ ഇന്ന് ബാങ്കിൽ വേണുവിന്റെ ചെക്ക് മാറിയെന്ന്? ഓ, എന്നിട്ട് അത് ആരാണെന്ന് അറിഞ്ഞോ? ഇവളോ ഇവളുടെ ആരെങ്കിലും ആയിരിക്കും. അല്ല, ഇവളുടെ ആരെങ്കിലും അല്ല, ഇവളുടെ അമ്മയാ. അതായത് ഇവളുടെ ഭർത്താവിന്റെ അമ്മ, ഈ ഞാൻ. എന്തേ സാവിത്രി, നീ ദാ, ആ കാശ് ഇതിലുണ്ട്. ഒരു 5 രൂപ നിങ്ങൾക്ക് കിട്ടില്ല. ഇതേ എന്റെ മോന്റെ ചികിത്സക്കുള്ളതാ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കളി. നടക്കട്ടെ. നീ ഓർത്തോ സാവിത്രി, ഇവളെയൊക്കെ തലയിൽ കയറ്റിയതിന്റെ പേരിൽ നീ അനുഭവിക്കും. ഞാൻ സഹിച്ചോളാം. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. അമ്മേ, അമ്മ ഞാനാ. എന്താ ഗീതുമോളെ, എന്താ നീ വല്ലാണ്ട്? അമ്മേ, ഇവിടെ ആകെ കാര്യങ്ങളൊക്കെ മാറി മറിയ. എനിക്കിനി ഒരുപാടൊന്നും ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ല. എന്താടി നീ കാര്യം പറയേ? വേണുവിന് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ദേ, നാളെ വേണുവിനെ ആ വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ഉള്ളവര് തീരുമാനിച്ചിരിക്കുക. ഏത് വൈദ്യര്? ഞാൻ ഇന്നാള് പറഞ്ഞില്ലേ അമ്മേ, ഒരു സിദ്ധനെ കുറിച്ച്. ആ വൈദ്യരുടെ ട്രീറ്റ്മെന്റ് കൂടെ ആവുമ്പോ എനിക്ക് ഉറപ്പാ വേണു സംസാരിക്കും. വേണു സംസാരിച്ചറിയാലോ, അതോടെ തീരു എല്ലാം. എനിക്ക് പേടിയാവുന്ന അമ്മേ. ഗീതു, നീ പേടിക്കാതെ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? വേണു എല്ലാ സത്യങ്ങളും എല്ലാരോടും തുറന്നു പറഞ്ഞ അതോടെ ഇവിടുന്ന് എല്ലാവരും കൂടി എന്നെ ആട്ടി പുറത്താക്കും. ആ അംബികയുടെ മുന്നിലൂടെ എല്ലാരും കൂടി ചേർന്ന് എന്നെ വലിച്ചഴയ്ക്കും. പിന്നെ മഹാറാണിയെ പോലെ അവളും വേണു ജീവിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. അതിലും ഭേദം മരിക്കുന്നതാ. നീ വെറുതെ ഓരോന്ന് പുലമ്പാതെ ധൈര്യമായിട്ടിരിക്കെ. ഒന്നും സംഭവിക്കില്ല. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. നീ പേടിക്കാതിരിക്കെ. ഞാനില്ലേ പറയുന്നേ. വേണു നാളെ ഒരു വൈദ്യന്റെ മുമ്പിൽ എത്തില്ല. നാളെ വേണുവിന്റെ ചികിത്സക്കായി പുറപ്പെടുന്ന അംബിക ജീവനോടെ തിരികെ വരില്ല. അമ്മേ, ഹലോ ഹലോ അമ്മേ, ഹലോ അമ്മേ. ഹലോ. ആ രഘു, ഞാനാ. എന്താ വേണം? നീ എവിടെയാ? കാര്യം പറയേ. നാളെ നീ ഒരു യാത്ര പോണം, ഒരു പേഷ്യന്റിനെയും കൊണ്ട്. പേഷ്യന്റോ? എന്താ കാര്യം? ആരത്? ആളെ നീ അറിയും, വേണു. ഒരു ലോറി ആക്സിഡന്റിൽ അവനെ അങ്ങനെയാക്കിയത് നീയാ.
അവനെ ഞാൻ അവനെയല്ല, അവനോടൊപ്പം ഒരു പെണ്ണുണ്ടാവും, അവന്റെ ഭാര്യ അംബിക. അവരൊരു ട്രീറ്റ്മെന്റിന് പോവുക. ആ കാറിൽ നീയും ഉണ്ടാവണം. തിരികെ കാറ് വരുമ്പോ അവള് ജീവനോട് അതിലുണ്ടാവരുത്. മനസ്സിലായോ? ഒരു പെണ്ണിനെ വേണം. നിന്നെ ഇവിടെ സംരക്ഷിക്കുന്നത് ഞാനാണെങ്കിൽ നീ അത് ചെയ്യണം.